ഹായ് ഡിയേഴ്സ്, സ്പോക്കൺ ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളുടെ മനസ്സിലുള്ള ചില തോന്നലുകൾ, ഇന്നോ നാളെയോ ഒക്കെ നടക്കാനുള്ള, ഭാവിയിൽ നടക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള തോന്നലുകൾ. ഹൗ ഡു വി എക്സ്പ്രസ്? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഒരു ക്രിയാരൂപമാണ് സീം. സീം എന്നോ സീംസ് എന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ പാസ്റ്റ് ടെൻസ് ആയിട്ട് സീംഡ് എന്നോ കാണാം. ഈ സീമിൻ്റെ പ്രയോഗം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് 4-5 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ടുഡേ ഐ വെൽക്കം ടു ദ ഫസ്റ്റ് യൂസേജ് ഓഫ് സീം. സീം, യെസ്, നിങ്ങളുടെ ഗൾഫിൽ പോയിട്ടുള്ള സഹോദരൻ, സഹോദരി, അമ്മ, ഭാര്യ, ആരും ആയിക്കോട്ടെ, അയാൾ നാളെ വരുമെന്നാണ് തോന്നുന്നത്. നോട്ട് വെരി ഷുവർ. യു എക്സ്പെക്ട് he will come. Okay, he will come or she will come or they will come. How do we say? അപ്പം അയാൾ വരുമെന്നാണ് തോന്നുന്നത് നമുക്ക് എങ്ങനെയാണ് പറയുക? He seems to come today. He seems to come tomorrow. അതിൻ്റെ അർത്ഥം എന്താണ്? It seems that he will come tomorrow. ഒരു വലിയ സെന്റൻസ് ആയിട്ട് അങ്ങനെയൊന്നും പറയണ്ട. അയാൾ വരുമെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ പോകുമെന്നാണ് തോന്നുന്നത്. ഉറപ്പില്ല, ബട്ട് പോകുന്ന കരുതുന്നു. അപ്പൊ ലക്ഷണം കൊണ്ട് നിങ്ങൾ അങ്ങനെ കരുതുകയാണ്. ഞങ്ങൾ പോകുമെന്നാണ് കരുതുന്നത്. We seem to go. ഞങ്ങൾ പോകുമെന്ന് കരുതുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? അവിടെ പോകുമെന്ന് കരുതുന്നില്ല. ആ കരുതലിലാണ് എന്തിന്? കരുതുന്നില്ല എന്നാണ് പറയുന്നത്. സോ we do not അല്ലെങ്കിൽ we don't seem to go. അയാൾ വരുമെന്ന് കരുതുന്നു. He seems to come. അയാൾ വരുമെന്ന് കരുതുന്നില്ല. അപ്പോഴോ he doesn't seem to come. അപ്പൊ ഈ സീം ആണ് അവിടെ, സീം സീം ആണ് അവിടെ മുഖ്യ ക്രിയ. അതുകൊണ്ട് വരും, he നോക്കൂ, seems to come. വരുമെന്ന് തോന്നുന്നു, seems to come. വരുമെന്ന് തോന്നുന്നില്ല ഒരാളാണെങ്കിൽ he doesn't seem to come. വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി അങ്ങനെ ചോദിക്കാൻ, അയാൾ വരുമെന്ന് തോന്നുന്നുണ്ടോ? does he seem to come? do they seem to go? അവർ പോകുമെന്ന് കരുതുന്നുണ്ടോ? വിരുന്നുകാർ വന്ന് പോവാൻ ഒരു ഐഡിയ ഇല്ല. സോ do they seem to go? അവർ പോകുമെന്ന് നീ കരുതുന്നുണ്ടോ? do they seem to go? അവർ പോകുമെന്ന് കരുതുന്നുണ്ടോ? യെസ്, ഈ മുന്നിലുള്ള നായ നിങ്ങളെ കടിക്കും. This dog seems to bite me. This dog seems to bite me. ഒരുപാട് സ്ട്രേ ഡോഗ്സ് ഉണ്ട്. These stray dogs seem to attack us. These stray dogs seem to attack us. ഓക്കെ, നമുക്ക് കൂടുതൽ എന്തിലേക്ക് പോവാം? കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോവാം. യെസ്, നോക്കൂ, ശ്രദ്ധിച്ചിരുന്നോളൂ. കൂടുതൽ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഓക്കെ, അതിൻ്റെ കൂടെ നിങ്ങൾക്കത് ശ്രദ്ധിച്ച് വായിച്ചോളൂ കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. ഉദാഹരണമായിട്ട്, അയാൾക്ക് നമ്മളെ അറിയുമെന്ന് തോന്നുന്നില്ല. അയാൾക്ക് നമ്മളെ അറിയുമെന്ന് തോന്നുന്നില്ല. എങ്ങനെയാ പറയാ? ഹി, അയാളാണല്ലോ. ഹി ഡസൻറ്റ് സീം ടു നോ us. ഹി ഡസൻറ്റ് സീം ടു നോ us. അയാൾക്ക് നമ്മളെ അറിയുമെന്ന് തോന്നുന്നു. ഹി സീംസ് ടു നോ us. നിനക്ക് ഇത്തവണ ഫസ്റ്റ് ക്ലാസ് കിട്ടും തോന്നുന്നുണ്ടോ? Do you seem to get first class this time? Do you seem to get first class this time? ഇനി അവര് നിന്നെ വിശ്വസിക്കുന്ന കാര്യം കണ്ടറിയണം. എനിക്ക് തോന്നുന്നില്ല. അവർ നിന്നെ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. അവർ നിന്നെ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. They don't seem to believe you. They don't seem to believe you anymore. അങ്ങനെയൊന്നുമല്ല.
അവരെന്നെ വിശ്വസിക്കുക തന്നെ ചെയ്യും എന്നാണ് എൻ്റെ തോന്നൽ. അവരെന്നെ വിശ്വസിക്കുമെന്ന് തോന്നുന്നു. They seem to believe me. They seem to believe me. അയാൾ നിന്നെ സഹായിക്കും എന്ന് തോന്നുന്നുണ്ടോ? Does he seem to help you? Yes, എനിക്ക് തോന്നുന്നു അയാൾ എന്നെ സഹായിക്കുമെന്ന് തോന്നുന്നു. He seems to help me. ഓക്കെ, ഇന്ന് മഴ പെയ്യോ? ഇന്ന് മഴ പെയ്യുന്നാണ് തോന്നുന്നത്. എങ്ങനെ പറയുന്നേ? ഇറ്റ് സീംസ് ടു റെയിൻ ടുഡേ. ഇറ്റ് സീംസ് ടു റെയിൻ ടുഡേ. ആഹാ, ഓക്കെ. നമുക്ക് നാളെ ഹാൾ ടിക്കറ്റ് കിട്ടുമോ? യെസ്, നമുക്ക് നാളെ ഹാൾ ടിക്കറ്റ് കിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പൊ എങ്ങനെയാ നമുക്കാണേ? അപ്പൊ എങ്ങനെ പറയും? വി സീം ടു ഗെറ്റ് ഹാൾ ടിക്കറ്റ് ടുമാറോ. വി സീം ടു ഗെറ്റ് ഹാൾ ടിക്കറ്റ് ടുമാറോ. അത് അവൾക്കാണെങ്കിലോ? അവൾക്ക് ഷീ സീംസ് ടു ഗെറ്റ് ഹാൾ ടിക്കറ്റ് ടുമാറോ. അവൾക്ക് നാളെ ഹാൾ ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. എങ്ങനെ പറയും? ഷീ ഡസന്റ് സീം ടു ഗെറ്റ് ഹാൾ ടിക്കറ്റ് ടുമാറോ. നിങ്ങൾ സമയത്ത് അവിടെ എത്തും എന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ, നിങ്ങൾ അവിടെ സമയത്ത് എത്തുമെന്ന് തോന്നുന്നുണ്ട്. എങ്ങനെ അറിയാം? യു സീം ടു റീച്ച് ദർ ഓൺ ടൈം. ഓക്കെ, നോക്കൂ, മാനേജർ നിങ്ങളെ തിരിച്ചെടുക്കും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. മാനേജർ നോ നിങ്ങളെ തിരിച്ചെടുക്കും തോന്നുന്നില്ല. The manager doesn't seem to take you back. Okay. സിനിമയ്ക്ക് നമുക്ക് സീറ്റ് കിട്ടും തോന്നുന്നുണ്ടോ? നമുക്കിന്ന് സിനിമയ്ക്ക് സീറ്റ് കിട്ടും തോന്നുന്നില്ല. We don't seem to get seats. We don't seem to get tickets today. ഇങ്ങനെയെല്ലാം നമുക്ക് പറയാം. ഓക്കെ, ഈ ഭക്ഷണം എല്ലാവർക്കും തികയടോ? ഈ ഭക്ഷണം എല്ലാവർക്കും തികയും തോന്നുന്നില്ല. എങ്ങനെ പറയാ? This food or this meal doesn't seem to suffice for all. This meal doesn't seem to suffice for all. അല്ല, ഈ ഭക്ഷണം എല്ലാവർക്കും തികയും തോന്നുന്നു. ഈ ഭക്ഷണം എല്ലാവർക്കും തികയുന്നാണ് തോന്നുന്നത്. അപ്പൊ എങ്ങനെ പറയും? This food seems to suffice for all. This food seems, ആ ഫുഡിനെ സിംഗുലർ ആക്കി എടുക്കുന്നതുകൊണ്ടാണ് this food seems to suffice for all. ആഹാ, ഓക്കെ. ഈ നിറം അവൾക്ക് ചേരും തോന്നില്ല. ഈ നിറം അവിടെ നമ്മൾ എടുക്കേണ്ടത് എന്തിനാ? നിറത്തെയാണ്, നിറം വെച്ചാണ് തുടങ്ങേണ്ടത്. This color doesn't seem to match her, to match him. Okay, this color doesn't match to my wife. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. നോക്കൂ, ഇളനീല, ലൈറ്റ് ബ്ലൂ അവൾക്ക് നന്നായിട്ട് മാച്ച് ചെയ്യും തോന്നുന്നു. ലൈറ്റ് ബ്ലൂ അവൾക്ക് നന്നായിട്ട് മാച്ച് ചെയ്യും എന്ന് തോന്നുന്നു. അപ്പൊ എങ്ങനെ പറയാ? സോ ലൈറ്റ് ബ്ലൂ സീംസ് ടു മാച്ച് ഹെർ വെൽ. ലൈറ്റ് ബ്ലൂ സീംസ് ടു മാച്ച് ഹെർ വെൽ. ഓക്കെ, നീ ഇങ്ങനെയാണ് പഠിക്കണമെങ്കിൽ നിനക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും തോന്നില്ല. എങ്ങനെ പറയാ? ഇഫ് യു ഗോ ലൈക്ക് ദീസ്, if you continue like this, you don't seem to speak English well. You don't get good grade in English. You don't seem to speak English. Okay. നിങ്ങളുടെ ടി വിയില്ലേ, നിങ്ങളുടെ ഇലക്ട്രോണിക്, നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇനി ശരിയാവും തോന്നുന്നില്ല. Your computer doesn't seem to work anymore. Your computer doesn't seem to work anymore. Okay dears, so ഇന്ന് നമ്മൾ പഠിച്ചത് seem plus
പിന്നെയോ to plus പിന്നെയോ V1 seem to come, seem to eat, seem to taste, seem to think, seem to lord, seem to do something. seem plus to plus ക്രിയയുടെ ഫസ്റ്റ് ഒന്നാമത്തെ രൂപം V1. അപ്പോൾ ഒരു കാര്യം ചെയ്യുമെന്നാണ്, നടക്കുമെന്നാണ്, കാണുമെന്നാണ് തോന്നുന്നത് എന്ന് കിട്ടും. ഈ തോന്നൽ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്രിയാരൂപമാണ് സീം. സീമിൻ്റെ ഒരൊറ്റ രൂപം മാത്രമാണ് നമ്മൾ പഠിച്ചത്. ഇനിയും 4-5 സീമിൻ്റെ വ്യത്യസ്തമായുള്ള സ്ട്രക്ചറുകൾ നമുക്ക് പഠിക്കാനുണ്ട്. That will be done in the coming classes. Bye.